Cook with Love. നമസ്തേ നമസ്തേ. ഇന്ന് സ്പെഷ്യൽ എന്നാ ഭയങ്കര സന്തോഷമായിട്ടോ ഇന്ന്. കാര്യം നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ആ സ്പെഷ്യൽ ഗസ്റ്റ് എന്താ പറയുക, നമുക്ക് മലയാളികൾക്ക് ഓരോ വീടുകളിലേക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ പറയുക, ആ ഒരു ഗസ്റ്റിനെ കുറിച്ച് സസ്പെൻസ് ക്രിയേറ്റ് ചെയ്താൽ ഞാൻ പറയുള്ളൂ. ആരാന്നൊന്നും ആദ്യമേ ഞാൻ പറയുകയില്ല. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ്. നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ കോഴിയാവാം അതെടുക്കുന്നത്, അല്ലെങ്കിൽ സാധാ കോഴിയായാലും മതി. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് വെച്ചാൽ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് പട്ടയുടെ ഇല, പട്ട, കുറച്ച് പെരിഞ്ജീരകം, ഏലക്ക, കുറച്ച് കുരുമുളക്, ഇത് സാദാ ജീരകം, തക്കോലം, ഗ്രാമ്പു, കുറച്ച് ചെറിയ ഉള്ളി, ഇത് കുറച്ച് ജാവിത്രി, ഇത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഇത് കുറച്ച് കശകശ. പിന്നെ വേണ്ടത് കുറച്ച് വറ്റൽമുളക. ഈ വറ്റൽമുളക് കാശ്മീരി മുളകാവാം, അതല്ല എന്നുണ്ടെങ്കിൽ സാധാ എരിവുള്ള മുളകും ആവാം, ഏതേലും എടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളിയാണ് വേണ്ടേ. ഞാൻ ഇതിനകത്ത് ഒരു വ്യത്യാസമായിട്ട് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടത് ഒരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്. ഇത്രയും സാധനമാണ് വേണ്ടിയേ. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഒരു 1 കിലോ കോഴിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നാടൻ കോഴിയാണെന്നേലും നമ്മൾ കുക്കറിൽ വെച്ചേച്ചേ വേവിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് വേവിക്കുവാന്നേൽ ഭയങ്കര ടേസ്റ്റ്. ഏതാ നമ്മുടെ വിറകടുപ്പ്. ഇനിയിപ്പോൾ അതൊന്നും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സൗകര്യം ഉണ്ടാവുകയല്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട്ടിലും മിക്ക വീടുകളിലും വിറകടുപ്പില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ ഒന്നും വെക്കാനും ഒക്കുകയില്ല. അന്നേരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്യാസിൽ വെച്ചാലും നല്ലതാ. ഗ്യാസിൽ വെക്കുവാന്നേൽ ഇച്ചിരി നേരം ഉണ്ടെങ്കിൽ നമ്മുടെ മൺചട്ടിയിൽ വെക്കുന്ന ഏറ്റവും നല്ലത്. അതല്ല ഇനി മൺചട്ടിയുടെ സൗകര്യവും ഗ്യാസ് ഒത്തിരി പോകുന്നുള്ള വിഷമമാന്നേൽ കുക്കറിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല. ആദ്യം കുറച്ച് സ്പൈസസ് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണേ. അത് ഏതൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കിയോ. നമ്മൾ ഈ പട്ട എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈ പട്ട വാങ്ങിക്കുമ്പോൾ കട്ടിയുള്ള പട്ടയുണ്ട്, മെലിഞ്ഞതുണ്ട്. മെലിഞ്ഞതാന്നേൽ ഒരു കഷ്ണം ഇടാം, കട്ടിയുള്ള പട്ടയാന്നേൽ ഒരു ചിര ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആ പട്ടയുടെ ഒരു കമർപ്പ് എന്ന് പറയും, അതിൻ്റെ ഒരു എന്താ പറയുക, കുത്തല് നല്ലോണം മുന്നിട്ട് നിൽക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ജീരകവ, അതൊരു ടീസ്പൂണേ. പിന്നെ വേണ്ടിയത് ഏലക്ക. എനിക്ക് ബേസിക്കലി ഏലക്കായുടെ ചുവ ഇച്ചിരി ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല. ഇനിയിപ്പോൾ ഒരു 5 ഏലക്കായ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളകാണ് വേണ്ടേ. ഇത് എന്നാ പറയുക, ഒരു ടീസ്പൂൺ അല്ല, ഒരു 2 ടീസ്പൂണോളം ഇട്ടു. പിന്നെ സാദാ ജീരകം ഒരു 1/4 ടീസ്പൂൺ മതി. അത് ശരിക്കും അതിൻ്റെ എന്താ പറയുക, ഫ്ലേവർ മാത്രം മതി. തക്കോലം എന്നാ പറയുക, ഒരു പൂവായിട്ട് ഇടണ്ട. അതിനെ ഒന്ന് ചെറിയ പൂവാന്നേൽ 1, അതല്ല മുഴുത്തതാന്നേൽ അതിൻ്റെ ഒരു 2-3 ഇട്ടാൽ മതി. കാര്യം മസാല എപ്പോഴും കൂടിക്കഴിഞ്ഞാലില്ലേ അതിൻ്റെ ഒരു കുത്തൽ മുന്നോട്ട് നിൽക്കും. പിന്നെ വേണ്ടിയത് ഒരു 3-4 ഗ്രാമ്പു. പിന്നെ ഉള്ളത് വറ്റൽമുളക. വറ്റൽമുളക് 1 കിലോ കോഴിക്കാന്നേൽ ഒരു 8 അല്ലെങ്കിൽ 12, എങ്ങനെയാന്ന് വെച്ചാൽ ആ വലിപ്പം അനുസരിച്ച്. ഇതിനകത്ത് ഞാനൊരു കുറച്ച് വറ്റൽമുളകേ ഇടുന്നുള്ളൂ, ബാക്കി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഒരു 50-50 ബേസിസിൽ നമുക്ക് ആ എരിവ് നോക്കി വെച്ചാൽ മതി. ഒരുപാട് എരിവ് അങ്ങോട്ട് കൂടാനും പാടില്ല, എന്നാൽ നമ്മുടെ കറിയുടെ സ്വാദ് പോകും. ഇതിനെ ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു ജാതിപ്പത്രിയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല. ഒരു പൂവിൻ്റെ 2 സ്ട്രാൻഡ്സേ ഇടുന്നുള്ളൂ. അപ്പം എല്ലാവരും ചോദിക്കും പിന്നെ എന്നാത്തിനാ മെനക്കെട്ടേന്ന്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു കൂടെ ഇടാൻ എന്താണെന്ന് വെച്ചാൽ മല്ലിയില്ലേ, തനി മല്ലിപ്പൊടിയല്ല, മല്ലി നമുക്കൊരു 4 ടീസ്പൂൺ അതും കൂടെ ഇടാം. ഈ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പെട്ടെന്നാവുവേ, അതായത് നമ്മുടെ ഈ ജീരകവും ആ സ്പൈസസിൻ്റെ ഒക്കെ ഫ്ലേവർ നല്ലോണം വരും. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വറ്റൽമുളകും പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു വരാനേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു മണവും അതുമെല്ലാം വന്നു. ആ ചീനച്ചട്ടി ചൂടായിരിക്കുന്ന സമയം തന്നെ
ഞാനിതങ്ങ് ഓഫ് ചെയ്തേച്ച് ഫസ്റ്റ് ഞാൻ ഇച്ചിരി കശകശ ഇടുക. കശകശ കുറയ്ക്കണ്ട, ആ കശകശ ഇച്ചിരി കൂടിയാലും ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റേ ഉള്ളൂ. ഒരു 2 ടീസ്പൂണോളം ഇടാമേ. ആ കശകശ ഇച്ചിരി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ പൊടികൾ അങ്ങ് ചേർക്കുക. അപ്പോൾ ഇച്ചിരി ഒന്ന് ചൂടാവും, ആ പച്ചച്ചൊവയൊന്ന് മാറുവേ. ഇതിനകത്ത് എണ്ണ ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല, ഡ്രൈ റോസ്റ്റാണ് ചെയ്തേക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ഇത് ബാക്കി ഞാൻ കാശ്മീരി മുളകാണ് ഇടുന്നത്. അന്നേരം എന്നാന്നോ കുറച്ചുകൂടെ ആ കറിക്ക് ഒരു കൊഴുപ്പ് വരും. അപ്പം ഞാനൊരു വറ്റൽമുളക് ഇട്ടുകൊണ്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, അതായത് ഞാൻ പറഞ്ഞ ഒരു പിടി കണക്ക് പൊടിച്ച് വരുമ്പോൾ അറിയാമല്ലോ എത്രയാണെന്ന്. അപ്പം ഞാൻ ടീസ്പൂൺ കണക്കാണെങ്കിലും ഒരു 4 ടീസ്പൂൺ ഇടുവാന്നേ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ കണക്കാണ്. ഗരം മസാല ഇല്ല, കാര്യം നമ്മൾ ഗരം മസാല പൊടിച്ചേക്കുക. അപ്പം ഈ ചീനച്ചട്ടിയുടെ ചൂട് മതിയാവും ആ പൊടി ഒന്ന് മൂക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിനെ നല്ല എന്താ പറയുക പൗഡർ ആക്കി വെച്ച് അതിനെ കുറച്ച് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന പൗഡർ ആക്കിയതിന് ശേഷം അടുത്ത പറയാവേ. ഇതൊരു ഇച്ചിരി ചൂടാറിയേച്ച് വേണം അത് പൊടിക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നാ പറയുക മിക്സിയുടെ അടപ്പൊക്കെ തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ ചീനച്ചട്ടി കഴുകാനും ഒന്നും മെനക്കെടണ്ട. ഈ പറഞ്ഞ പോലെ എന്നാ ആ ചീനച്ചട്ടിയെ തന്നെ നമുക്ക് ബാക്കി എണ്ണ ഒഴിച്ചേച്ച് ഉണ്ടാക്കാം. അല്ലേ, ഞാൻ ആ നമ്മൾ ഇട്ട സ്പൈസ് മറ്റേ എല്ലാം തന്നെ നല്ലോണം പൊടിച്ചേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. 1 കിലോ ഇറച്ചിക്കാന്നേൽ അമ്മ പറഞ്ഞു തന്നേക്കുന്ന 1 പിടി ചെറിയ ഉള്ളി എന്നാ. അന്നേരം എന്താണ്ടേ ഞാൻ അതും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാ. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1.5 ടീസ്പൂൺ വീതം എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് മേടിച്ചതായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 2 ടീസ്പൂൺ എടുക്കത്തുള്ളേ. കാര്യം വെളിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് അതിനൊരു ചെറിയ ഒരു എന്താ പറയുക ഒരു വിനീഗറിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ആ ഇഞ്ചിയുടെ ഒരു കുത്തൽ ഇതെല്ലാം മുന്നോട്ട് നിൽക്കും. അപ്പോൾ അതിനോട് ഒത്തിരി ചേർക്കണ്ട. ഏറ്റവും സ്വാദ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് ചതയ്ക്കോ അരയ്ക്കോ അത് ചേർക്കുന്ന ഏറ്റവും സ്വാദ്. ഇനി അതും ഇതിനകത്തോട്ട് ചേർന്ന് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് പേസ്റ്റ് ആക്കി എടുക്കണം. ഓക്കെ, ഞാൻ കംപ്ലീറ്റ്ലി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ സമയത്താന്നു ഞാൻ പറഞ്ഞ കറിക്ക് ഒരു ഇച്ചിരി കൊഴുപ്പ് വേണമെന്ന് വിചാരിച്ചോ, അന്നേരം ഇച്ചിരി തേങ്ങ ചേർക്കാം. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ശകലം ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. ഇത് ഇതിനകത്തോട്ടിട്ട് ഒന്ന് അരയ്ക്കുക. ഇത് തേങ്ങ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരച്ചു. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, എന്നാന്നറിയോ, തേങ്ങ അരയ്ക്കുന്നുണ്ടുള്ളൊരു ഗുണം, അഥവാ നമ്മുടെ ഒരു സ്പൈസസ് ഒരു ഇച്ചിരി പൊടിക്ക് മുന്നോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം തേങ്ങയുടെ കഥ ഞാൻ മൊത്തം പറഞ്ഞു, അത് നമ്മുടെ ഏനം പോലെ ചേർത്തേച്ചാൽ മതിയേ. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ചേച്ച് ഇതിന് ഉപയോഗിക്കേണ്ടത് ശരിക്കും വെളിച്ചെണ്ണയാ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുകിനൊന്നും എപ്പോഴും ഞാൻ പറയുന്ന പോലെ അളവില്ല, അതൊക്കെ നമ്മുടെ കൈവാക്ക് പോലെ ഇട്ടേച്ചാൽ മതി. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി, അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത ഉള്ളി ഇടുക. കറക്റ്റ് ഒരു 2 വലിയ ഉള്ളി മതിയാവേ. ഇനി ഇതൊന്ന് വേഗം മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിടുക. ഉപ്പിന്റെ കുപ്പിക്കകത്ത് സ്പൂൺ ഉണ്ടേ തന്നെയും എനിക്ക് കൈവാക്ക് കയ്യാന്നേ.
ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം, അതായത് വാട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി എന്നാന്ന് വെച്ചാല് ഞാനൊരു ഇച്ചിരി കറിവേപ്പില ഇടുക. അതില്ലേ ഉള്ളിയും വെളിച്ചെണ്ണയും ഒക്കെ ഒന്ന് വഴറ്റുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ ഒരു മണം ഇല്ലെങ്കിൽ അതിനൊരു സുഖമില്ലെന്ന എൻ്റെ നിയമം. കറിവേപ്പിലേക്ക് ശരിക്കും പറഞ്ഞാൽ കറിവേപ്പിലയുടേതായിട്ട് ഒരു രുചിയും ആ കറിക്ക് ഒരു ഇച്ചിരി രുചി കൂട്ടാനുള്ള കാര്യവുമുണ്ട്. അതെന്റെ വിശ്വാസമാണ്. ഇനി ഇതിനകത്തോട്ട് ഇതിൻ്റെ ഉള്ളി മൂത്ത് കഴിഞ്ഞു, ഞാൻ പറഞ്ഞ ആ പരുവ. ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ തക്കാളി ഇടുക. ഇതൊരു 2 മീഡിയം സൈസ് തക്കാളി മതിയേ. ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് തക്കാളിക്കൊന്നും അധികം നേരം വേണ്ട, അതോട് വാടാനായിട്ട്. പക്ഷെ ഇടുന്ന എല്ലാം നല്ലോണം വാടുകയും വേണം, ഇല്ലേ ഒക്കത്തില്ല. ഞാനിവിടെ പട്ടയുടെ ഇല വെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എണ്ണയിൽ ഇട്ടില്ല, കാര്യം നമ്മൾ പട്ട അരച്ചേക്കുക. അന്നേരം അതിൻ്റെ ഒരു കുത്തൽ വരും എന്ന് ഞാൻ പറഞ്ഞു, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ആ ഇലയുടെ ഒരു എന്താ പറയാ, ഒരു നാടൻ ടേസ്റ്റ് ആണിത്. അതുകൊണ്ട് ഞാൻ ഒരു ഒരു ഇലയുടെ പകുതിയേ ഇടുന്നുള്ളൂ. അതിൻ്റെ ഒരു മണവും അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. അപ്പൊ അതുകൂടെ ഒന്നിച്ചിട്ട് വന്നോട്ടെ. ആ തക്കാളിയും ശരിക്കും അതിന്റെ ജലാംശം മൊത്തം പോണം. പോയേച്ച് അതൊന്ന് വാടി ഒരു പേസ്റ്റ് പോലെ ആവുകയെ ആ ഉള്ളിയിലൂടെ ചേർന്നേച്ച്. ഇല്ലേ, തക്കാളി നല്ലോണം ആ ഉള്ളിയിലൂടെ ചേർന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചേച്ച് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട് ചേർക്കുക. കാര്യം ഇനി ഈ അരപ്പ് അധികം മൂക്കാനില്ല, കാര്യം നമ്മളത് ഡ്രൈ റോസ്റ്റ് ചെയ്തതാ, അതുകൊണ്ട് അധികം മൂക്കണ്ട. എന്നാലും ചീനച്ചട്ടിയുടെ ഒരു ചൂടുണ്ട് അതിന്. ഇതിനകത്തെ അരപ്പ് ഒട്ടും കളയണ്ട, ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ചെടുക്കുക. ഇത് മൂപ്പിക്കുമല്ല, ആ അരപ്പൊന്ന് ഇളക്കി എടുക്കുന്നതേ ഉള്ളൂ. എന്നേച്ച് ഇതേണ്ട ഈ വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. ഒട്ടും അരപ്പ് കളയണ്ട, നല്ലതാ. നമ്മൾ വെള്ളം ചേർക്കുമ്പോഴും ഒരുപാട് വെള്ളം ചേർക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇറച്ചിയിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങും. അന്നേരം ആ വെള്ളവും കൂടെ ചേർന്ന് ഇത് വേവുന്ന ഏറ്റവും സ്വാദ്. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ഇറച്ചി അങ്ങ് ഇടുക. ഇനി അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഇറച്ചിയിലൊന്ന് പിടിക്കണം. ഈ നാടൻ ഇറച്ചിക്കറി മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ അന്ന് കഴിക്കാനല്ല ടേസ്റ്റ്, പിറ്റേ ദിവസം ഒന്നുകൂടെ ചൂടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ആ ഇറച്ചിയിലൊക്കെ നല്ലോണം ആ അരപ്പൊക്കെ പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് വരുന്ന ആ സമയത്താണ്. ഇനി ഇത് ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. കാര്യം എന്നാന്നോ, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും, ഈ കോഴിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഏറ്റവും സ്വാദ് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞ് തിള തുടങ്ങി കഴിയുമ്പോൾ ചെറിയ തീയലിട്ട് വെച്ചിരുന്നാൽ ആ കറി നല്ലതായിട്ടായി വരും. അതല്ല നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നും പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വാരിക്കോരി ഒഴിക്കും, അത് ഒഴിക്കരുത്. ഇനിയിപ്പോൾ അഥവാ വെള്ളം ഒഴിക്കുന്നതിലെ പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ലതാ, പക്ഷെ വെള്ളം അധികം ഒഴിക്കരുത്. അഥവാ ഒഴിക്കുവാണെങ്കിൽ തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, കോഴിയുടെ ഒരു നികത്തി വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോൾ അത് വറ്റി വെന്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ചുരിച്ച് കൂടുതൽ ചാറ് കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു അളവുണ്ട്, അതിനപ്പുറം വെള്ളം ഒഴിക്കല്ലേ. ഇനിയിപ്പോൾ ഞാനിത് അടച്ചു വെച്ചേച്ച് ഒരു എന്താ പറയുക, ഒരു തിള തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു തരാം. അന്നേരം എത്ര വെള്ളം വേണം എന്നുള്ളത് പറഞ്ഞു തരാവേ. ആ സമയം ഞാനിതൊന്ന് ഒതുക്കട്ടെ. കാര്യം ഇന്ന് വരുന്ന ഗസ്റ്റിന് അതും ബാധകമാണ്. അടുക്കള വൃത്തി, പരിസര വൃത്തി ഒക്കെ പറയും. അത് അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വഴക്കേക്കണം. അപ്പം അതിന് മുമ്പായിട്ട് ഞാനൊന്ന് അടുക്കള വൃത്തിയാക്കട്ടെ. അപ്പം എൻ്റെ ഈ കറിയും ഒന്ന് തിളച്ച വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. അയ്യോ അയ്യോ, 10 പേരുണ്ട്, 10 എണ്ണം എടുക്കാം. അങ്ങനെ ഒരു എളുപ്പപ്പണിയൊന്നും നോക്കരുത്.
10 പേരിലുണ്ട്, പക്ഷെ അതുകൊണ്ട് 10 എടുക്കാൻ പറ്റുമോ നമുക്ക്? പറ്റിയല്ല. പക്ഷേ ചേച്ചി വരുന്നതിന് മുമ്പ് ഒന്ന് വൃത്തിയാക്കാൻ ഞാൻ ശ്രമിച്ചതാ. അല്ല, വൃത്തി എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്. അതായത് പണ്ടുള്ള അമ്മമാര് പറയും, നമ്മുടെ ഒരു സ്ത്രീകൾ പെരുമാറുന്ന വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അതിന്റെ ഐശ്വര്യം അറിയണമെങ്കിൽ 2 സ്ഥലം കണ്ടാൽ മതി. ഒന്ന് അടുക്കള, ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം. സത്യം പറയാ, ചിലർ കണ്ടിട്ടില്ലയോ, തേച്ചു ചകിരി ജന്നല് വെച്ചു, വേറെ പിറ്റേ ദിവസം കുറച്ച് എടുത്തു ഇങ്ങോട്ടിട്ടു, ആകെ മൊത്തമില്ല പറമ്പിനകത്ത് നിന്ന് കുളിക്കുന്ന ഒരു എഫക്റ്റ് ആവണം. സത്യം. മറ്റേ എല്ലാവരും അങ്ങനെയല്ല, കുളി കഴിഞ്ഞാൽ സോപ്പ് വെക്കേണ്ടടുത്ത് സോപ്പ് വെച്ചു, അങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു അതാ. അതുപോലെ അടുക്കള തെക്ക് വടക്ക് വലിച്ചു അത് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഭേദം. തെക്ക് വടക്ക് ഇങ്ങനെ കിടക്കും. എന്താ രാവിലെ നമ്മള് കൂട്ടാൻ വെച്ചില്ലേ ചേച്ചി, അതിന്റെ ബാക്കി കടുക്, അയ്യോ കടുകിട്ടത് മാത്രം എന്ത്, അല്ലാതെ എടുത്തെത്തി കൂടിപ്പോയി, അപ്പൊ അവിടെ ഇരിക്കട്ടെ നാളെടുക്കാം. ഇങ്ങനത്തെ ഉത്തരം പറിച്ചില്ല. അതെ, ഇത് പക്ഷെ എന്നെ ഒന്നും പറയരുത്, ഞാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഈ 5 പേരിൽ നിന്നില്ല ഈ പാത്രം. സത്യം. ഇപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയുവാ, ചേച്ചി ഞാൻ ഇതുവരെ ചേച്ചിയെ പറ്റി ആരാ എന്റെ ആനീസ് കിച്ചണിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പൊ എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, എന്തുവാ ഒരു ചേച്ചിയായിട്ടാണോ ഒരു അമ്മയായിട്ടാണോ ഒരു എന്താ പറയാ ഒരു അമ്മ. ഇദ്ദേഹത്തിനെ വളരെ കൊച്ചിലെ എനിക്ക് അറിയാം, ഇത് മോള് പോലെ. സത്യം, എനിക്ക് ഒരു അമ്മയെ പോലെ തന്നെ കേട്ടോ. കഴിഞ്ഞ സീസണിൽ ചേച്ചി വന്നപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു. ഞാൻ എന്റെ മൂത്ത മോനെ പ്രസവിച്ച് കിടന്നപ്പോ ഒരമ്മയെ പോലെ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. അമ്മയെ പോലെ വന്ന് എന്നെ അന്വേഷിച്ചപ്പോ എനിക്ക് ശരിക്കും ഞാൻ ഒരു 5 സെക്കൻഡ്സ് ഒരു ആശ്ചര്യത്തോടുകൂടി ഈ അമ്മയെ നോക്കി. പക്ഷെ ഇപ്പൊ ഈ മോളെ കാണാൻ കിട്ടുന്നില്ല, അമ്മയെക്കാട്ടി തിരക്കാ, ഭയങ്കര തിരക്കാ. ഭാര്യയെ ഭർത്താവ് വീട്ടിലേ ഇല്ല, വിളിക്കുമ്പോഴൊന്നും വീട്ടിലില്ല, തിരക്കോട് തിരക്ക്. അപ്പൊ അതുകൊണ്ട് ഞാനും ഉപദ്രവിക്കാറില്ല. ഈശ്വര, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഈ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് പുറകെ വരുന്നത് അള്ള എന്തിനാണോ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയുകയല്ല. പക്ഷെ ചേച്ചി എപ്പോഴും ഞങ്ങളുടെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ചേച്ചിയാണ്, ഒരമ്മയാണ്, എല്ലാം നിറഞ്ഞ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇപ്പൊ എൻട്രി പോലും നോക്കൂ അടുക്കള വശത്തൂടെയാണ് വന്നേ. ഒരു സ്വാതന്ത്ര്യം അത് ചേച്ചിക്ക് മാത്രമല്ല. ഈ അടുക്കള ഒന്ന് നോക്കിയിട്ട് വരിക എന്ന് പറയുമ്പോ അറിയാം നമുക്ക് ഈ ആളിന്റെ വൃത്തി. പക്ഷെ കണ്ടോ, ഞാൻ വിചാരിച്ചു ആ സ്വാതന്ത്ര്യം ഇത് പലത് ചിന്തിച്ചാ ഈ അടുക്കളയിലോട്ട് കേറിയത് വഴി വരുമ്പോ അറിയാൻ പറ്റും ആ വെക്കുന്ന ആളിന്റെ ഐശ്വര്യം, വൃത്തി, കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പം എന്നാ പിന്നെ എന്നെ ഒന്ന് പറഞ്ഞേ, അടുക്കള വൃത്തി ഉണ്ടല്ലേ? അടുപ്പത്തൊരു ചിക്കൻ കറി. എന്റെ തമ്പുരാനെ, ഇല്ല വേവുന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്കൊന്ന് നോക്കണം, എന്തായാലും ഒന്ന് നോക്കട്ടെ അതിന്റെ മണവും ഗുണമൊക്കെ. കൊള്ളാമെന്നാണ് എന്റെ ഒരു നിഗമനം, ആയിട്ട് പറയാം. മല്ലിക ചേച്ചി ആയതുകൊണ്ട് ഉള്ളത് പച്ചയ്ക്ക് അങ്ങ് പറയും, ഉള്ള നേര് പറയാമല്ലോ. പക്ഷെ ഈ ഒരു തട്ടിപ്പ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല. ഉള്ളതുപോലെ സത്യസന്ധമായിട്ട്. ഞാനിങ്ങനെ വരുന്ന വഴി 1-2 സംഭവങ്ങൾ ഇങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നപ്പോ ഞാൻ കേട്ട് മോള് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇപ്പൊ തുറക്കണ്ട, ഞാൻ കേറിക്കൊള്ളാം സമയമാകുമ്പോ എന്നൊക്കെ പറഞ്ഞു. കാരണം 2 കാര്യങ്ങളും വളരെ സത്യമാണ്. നമുക്കിപ്പത്തെ ജോലിക്കാരോട് തർക്കിക്കാൻ വയ്യ. മോള് കുറച്ചു മുമ്പ് ഇവിടെ പറയുന്നുണ്ടല്ലോ, അത് ഉള്ളി കൂട്ടിയിട്ടാല് കൊഴുക്കുമെന്ന വിചാരം അല്ല, മധുരം കൂടത്തുള്ളു. 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ ഇതേ കാര്യത്തിന് ഞാൻ ചോദിച്ചു, ഇതെന്തുവാ ഭയങ്കര മധുരം, അയ്യോ എനിക്ക് ഇച്ചിരി ഡയബറ്റീസും ഒക്കെ ഉണ്ട്, പഞ്ചസാര ഇട്ടു. ഇല്ല, പിന്നെന്താ ഇങ്ങനെ ഭയങ്കര ഒരു മധുരം? അതെ, ഞാൻ ഉള്ളി ഒരു 3-4 ഇട്ട്, അല്ല ഉള്ളി നല്ല അങ്ങനല്ല, ഒന്നും ഇട്ടില്ല. ശരി, ഇതെന്തോ ഉള്ളിത്തോരനകത്ത് മുട്ടയുടെ വെള്ളം ഇട്ടതുപോലെ ആയിപ്പോലെ, ഇതെന്തോ അമ്മച്ചി നിങ്ങൾ ചെയ്ത്? 2-3 ഉള്ളി കൂട്ടിയിട്ടു, നല്ലതല്ലേ വെള്ളം, നല്ല നമ്മളെ ആരോഗ്യം പഠിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് എരിശേരിക്ക്, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇച്ചിരി ജീരകവും 2 അല്ലി വെളുത്തുള്ളിയൊക്കെ അരച്ചാൽ പിറ്റേ ദിവസം വെക്കാൻ പറയാം. അമ്മ ഇത് ജീരകം വെളുത്തുള്ളി തരും. അയ്യോ മറന്നു പോയി കേട്ടാ, നമുക്ക് ശീലമില്ലാത്തോണ്ടേ എന്ത് രസാണ് ചേച്ചി, സത്യാണ്. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്റെ അടുക്കളയെ പറ്റി നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്, നല്ല വൃത്തി, ഐശ്വര്യമുണ്ട്. ആളിനെ കണ്ടാലും അത്രയും വേണ്ട തമ്പുരാന്. പക്ഷെ അടുക്കളയെ മാത്രമേ ഞാൻ നിർത്തിയുള്ളൂ. പക്ഷെ എന്റെ വീട് മൊത്തം ഒന്ന് കാണണ്ടായോ? അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യണം, നമുക്ക് അങ്ങോട്ട് പോയിരിക്കാം. അപ്പൊ ഞാൻ ഈ ബാക്കിയും കൂടെ ഒന്ന് ഒതുക്കിയേച്ച് വരാം. അപ്പൊ നമ്മുടെ അയ്യോ വേണ്ട ഞാൻ ചെയ്തോളാം. അപ്പൊ ചിക്കൻ കറിയും വേവും. നമ്മുടെ വർത്താനത്തിനിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ, Annie's Kitchen. Let's cook with love.